മെർച്ചന്റ് നേവി നമ്മുടെ ഈ ഒരു ഫീൽഡിൽ ജോയിൻ ചെയ്യാൻ വരുന്നതിന് മുന്നേ മസ്റ്റായി അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ് ഞാൻ ഈ ഒരു വീഡിയോയിൽ പറയാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ വീഡിയോസ് കണ്ട് വരുന്ന പലരും ചോദിക്കുന്നുണ്ട് എങ്ങനെയാണ് ജോയിൻ ചെയ്യുക, എന്തൊക്കെ കോഴ്സസ് ആണ് പഠിക്കേണ്ടത്, എന്തൊക്കെ ഓപ്പർച്യൂണിറ്റീസ് ആണ് ഉള്ളത്, അങ്ങനെ ചോദിച്ചു വരുന്ന പലരും ഉണ്ട്. അതുപോലെ തന്നെ പിള്ളേര് മാത്രമല്ല പാരൻസും ചോദിക്കുന്നുണ്ട്, എൻ്റെ മകന് അതിൽ ജോയിൻ ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ പേഴ്സണലായിട്ട് അപ്രോച്ച് ചെയ്യുന്ന പലരും ഉണ്ട്. അപ്പൊ ഇതുവരെ ഞാൻ പറഞ്ഞിട്ടില്ല, നമ്മളെ വീഡിയോയിൽ ഇതുവരെ ഞാൻ പറഞ്ഞിട്ടില്ലാത്ത കാര്യങ്ങളാണ് ഇത്. അതായത് ഇപ്പോൾ നമ്മുടെ മെർച്ചന്റ് നേവി ഈ ഒരു ഫീൽഡിന്റെ അഡ്വാൻറ്റേജസ് ആൻഡ് ഡിസഡ്വാൻറ്റേജസ്. അപ്പൊ ഇതിൽ പ്രശ്നങ്ങളാണ് കൂടുതൽ, അതായത് ഡിസഡ്വാൻറ്റേജസ് ആണ് ഈ ഒരു ഫീൽഡിൽ കൂടുതൽ. അപ്പൊ നമുക്ക് ഡിസഡ്വാൻറ്റേജിൽ പോകുന്നതിന് മുന്നേ അഡ്വാൻറ്റേജ് ഞാൻ പറയാം. ഇപ്പൊ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് ഫുള്ളായിട്ട് കാണാം. ഈ ഒരു ഫീൽഡിലേക്ക് വരാൻ ഉദ്ദേശിക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായും ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആവും. അപ്പൊ അഡ്വാൻറ്റേജസ് പറയാം. അപ്പൊ അതിൽ ഫസ്റ്റ് അഡ്വാൻറ്റേജസ് എന്ന് പറയുന്നതിൽ ഫസ്റ്റ് വരുന്നത് സാലറിയാണ്. സാലറി എന്ന് പറയുമ്പോൾ ഈ ഒരു ഫീൽഡിന്റെ സാലറി കണ്ടിട്ടാണ് ഏറ്റവും കൂടുതൽ ആളുകൾ ഈ ഒരു ഫീൽഡിലേക്ക് വരുന്നത്. അതായത് ഏറ്റവും ടോപ്പ് പൊസിഷനിൽ എത്തിക്കഴിഞ്ഞാൽ മന്ത്ലി 10 ലക്ഷം മുതൽ അതിനു മേലെ സാലറി കിട്ടുന്ന പോസ്റ്റ് അടക്കമുണ്ട് ഷിപ്പിലുള്ളത്. അപ്പൊ സാലറി ഒന്ന്. ഇനി രണ്ടാമത്തെ കാര്യം പറയുകയാണെന്ന് വെച്ചാൽ ടാക്സ്. നമ്മളിപ്പോ ഒരു ഇന്റർനാഷണൽ ഗോയിങ് ഷിപ്പിലാണ് വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ അതിൽ ടാക്സ് ബെനിഫിറ്റ് ഉണ്ട്. അതായത് 183 ദിവസം നമ്മൾ ഷിപ്പിൽ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇന്ത്യയിൽ ടാക്സ് അടക്കേണ്ട കാര്യമില്ല. അപ്പൊ നമുക്ക് കിട്ടുന്ന സാലറി മൊത്തം നമ്മുടെ കയ്യിലിരിക്കും. മൂന്നാമത്തെ ബെനിഫിറ്റ് എന്ന് പറയുന്നത് ലോങ് ലീവാണ്. അതായത് ഇപ്പൊ നമ്മൾ എന്താ പറയാ, ഷിപ്പിൽ 6 മാസം കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത 6 മാസം നമുക്ക് വീട്ടിൽ തന്നെ സ്റ്റേ ചെയ്യാം. അപ്പൊ നമുക്കൊരു റെസ്പോൺസിബിലിറ്റിയോ ഒരു റോളും ഇല്ല. നമുക്ക് ഫ്രീ ആയിട്ട് ഫ്രീ ഓഫ് മൈൻഡിൽ നമുക്ക് നമ്മുടെ ലീവ് സ്പെൻഡ് ചെയ്തിട്ട് നമുക്ക് അടിച്ചു പൊളിച്ച് നടക്കാം. നാലാമത്തേന്ന് പറയുന്നത് നമുക്കിപ്പോൾ ഷിപ്പ് ഇന്റർനാഷണൽ ഗോയിങ് ഷിപ്പാണെന്നുണ്ടെങ്കിൽ അതിൽ ഓരോ പോർട്ടിലും ഷിപ്പിനനുസരിച്ച് നമുക്ക് പോർട്ടിൽ ഇറങ്ങാം. അതുപോലെ തന്നെ പോർട്ടിൽ നമുക്ക് ആ ഒരു ദിവസം ഇപ്പോൾ എത്രയാണോ പോർട്ട് സ്റ്റേ ഉള്ള ഷിപ്പിന്റെ അതിനനുസരിച്ചിട്ട് നമുക്ക് ആ ഒരു പോർട്ട് എല്ലാം കറങ്ങി കാണാം, അതിനുള്ളതൊക്കെ പറ്റും. അഞ്ചാമത്തെ കാര്യം എന്ന് പറയുന്നത് നമുക്കിപ്പോൾ ഷിപ്പിൽ എല്ലാം ഫ്രീ ആണ്. അതായത് ഫുഡ്, അക്കോമഡേഷൻ, നമുക്ക് വേണ്ട എല്ലാ സംഭവങ്ങളും നമുക്ക് ഷിപ്പിൽ ഫ്രീ ആണ്. ദാറ്റ് മീൻസ് ഇപ്പൊ എന്താ വെച്ചാൽ നമുക്ക് കിട്ടുന്ന സാലറി ഇപ്പൊ 10 രൂപയാണ് നമുക്ക് കിട്ടുന്നുണ്ടെന്നുണ്ടെങ്കിൽ ആ 10 രൂപയിൽ നിന്ന് 1 രൂപ പോലും നമുക്ക് ഷിപ്പിൽ സ്റ്റേ ചെയ്യാൻ വേണ്ടി ചിലവാക്കേണ്ട കാര്യമില്ല. അതെല്ലാം ഫ്രീ ആണ്. ഇന്റർനെറ്റും ഫ്രീ ആണ്. പിന്നെയെന്ന് പറയുന്നത് കരിയർ ഗ്രോത്ത് പറയാന്നുണ്ടെങ്കിൽ ഇപ്പൊ ഏറ്റവും ലാസ്റ്റ് പറയേണ്ട കരിയർ ഗ്രോത്ത്. അതായത് ഇപ്പൊ നമുക്ക് ഓരോ റാങ്കിൽ നിന്ന് അടുത്ത റാങ്കിലേക്ക് ഒരു ടൈം പീരീഡ് ഉണ്ടായിരിക്കും. ഇപ്പോൾ 6 മാസം അല്ലെങ്കിൽ 1 വർഷം, ഇപ്പോൾ 18 മാസം, അങ്ങനെയൊക്കെ ഇങ്ങനെ ടൈം പീരീഡ് ഉണ്ട്. അപ്പോൾ ആ ടൈം പീരീഡ് കറക്റ്റ് കംപ്ലീറ്റ് ആക്കി നമ്മുടെ പെർഫോമൻസ് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ പ്രോപ്പറായിട്ട് കമ്പനി നമുക്ക് പ്രൊമോഷനും തരും. ഇപ്പോൾ പെട്ടെന്ന് കരിയർ ഗ്രോത്തും കിട്ടും. ഇതൊക്കെയാണ് ഇതിന്റെ മെയിൻ ആയിട്ടുള്ള അഡ്വാൻറ്റേജസ് എന്ന് പറയുന്നത്. ഇനിയാണ് ഡിസഡ്വാൻറ്റേജിലേക്ക് കിടക്കാൻ പോകുന്നത്. അതിൽ ഫസ്റ്റ് വന്ന് ഷിപ്പിലെ എല്ലാ ഓപ്പറേഷനും, ഞാൻ മുന്നേ നമ്മുടെ ഒരു വീഡിയോയിൽ ഇതേമാതിരി ചെയ്തിട്ടുണ്ട്. ഷിപ്പിലെ എല്ലാ ഓപ്പറേഷനും ക്രിട്ടിക്കൽ ഓപ്പറേഷനാണ്. എന്തെങ്കിലും ഒരു ഡേഞ്ചർ ഉറപ്പായിട്ടും ഉണ്ടായിരിക്കും. ഇപ്പോൾ ഇഷ്ടം പോലെ ഇപ്പോൾ ഞാൻ കഴിഞ്ഞ ഒരു 2 മാസം ഗ്യാപ്പ് എടുക്കുക എന്നുണ്ടെങ്കിൽ എൻ്റെ അറിവിൽ തന്നെ ഏകദേശം ഒരു 20ന്റെ മുകളിൽ ആളുകൾക്ക് ലൈഫ് നഷ്ടപ്പെട്ടു, അല്ലാന്നുണ്ടെങ്കിൽ ഇഞ്ചുറി പറ്റിയിട്ടുണ്ടായിരിക്കും. നമുക്ക് ഷിപ്പിൽ ഇടയ്ക്കിടയ്ക്ക് മെസ്സേജ് വരും, ഓരോ ഇഞ്ചുറി റിപ്പോർട്ട് എന്ന് പറഞ്ഞിട്ട്. അതായത് ഇനി സംഭവിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് അവർ അതിന്റെ റിപ്പോർട്ട് ഇനി ഫ്യൂച്ചറിൽ അതിലെങ്ങനെ പ്രിവെന്റ് ചെയ്യാന്നുള്ള റിപ്പോർട്ടെല്ലാം അയക്കും. അപ്പൊ അങ്ങനെ ഡെയിലി നമുക്ക് ഇതേമാതിരി ഒരു ഇഞ്ചുറി റിപ്പോർട്ട് വരും. ഷിപ്പിലെ എല്ലാ ഓപ്പറേഷനും ക്രിട്ടിക്കൽ ഓപ്പറേഷൻസ് ആണ്. ഒരു റിസ്ക് എന്തായാലും ഉണ്ടായിരിക്കും. നിങ്ങൾക്ക് ഷിപ്പിലെ വർക്ക് അല്ലെങ്കിൽ ഷിപ്പിൽ വന്ന് നോക്കിയാൽ അത് അറിയാൻ വേണ്ടി പറ്റും. ഒരു എഞ്ചിൻ റൂമിൽ സിമ്പിൾ ആയിട്ട് ഒരു പൈപ്പ് ലൈൻ എടുത്ത് നോക്കിയാൽ അതിനുള്ളിൽ കൂടെ പോകുന്ന ഓയിൽ 140 ഡിഗ്രി ആയിരിക്കും. അതിന് ചെറിയൊരു പിൻ ഹോൾ വന്നിട്ട് ആ ഓയിൽ നമ്മുടെ മേത്ത് തട്ടിക്കഴിഞ്ഞാൽ അവിടെ ബേൺ ആയിരിക്കും. 140 ഡിഗ്രിയിലുള്ള ഓയിൽ നമ്മുടെ മേത്ത് തട്ടിക്കഴിഞ്ഞാൽ ആ ഭാഗം മൊത്തമായിട്ട് ബേൺ ആയി പോകും. അപ്പൊ അത്രയും റിസ്ക് പിടിച്ച ജോലികളാണ് ഷിപ്പിലുള്ളത്. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ലോങ് വർക്കിംഗ് പീരീഡ്. അതായത് ഇപ്പൊ നമ്മൾ 6 മാസം വീട്ടിൽ നിൽക്കാം എന്നുള്ളതിന് പുറമെ 6 മാസത്തോളം നമ്മൾ ഷിപ്പിൽ നിൽക്കേണ്ടി വരും. ആ ഒരു സമയം എന്ന് പറയുന്നത് നമുക്കിപ്പോ ഒരു ലോങ് വോയേജ് ഉള്ള ഷിപ്പാണെന്ന് വെക്കുക. അത് ലോങ് വോയേജ് എന്ന് പറയുന്ന സമയത്ത് ഒരു പോർട്ടിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ ചിലപ്പോൾ 2-3 മാസം കഴിഞ്ഞിട്ടാണ് അടുത്ത പോർട്ടിൽ എത്തുള്ളൂ. ഒരു ഷിപ്പിൽ എന്ന് പറയുമ്പോൾ ഒരു 10, 15, ഒരു 20 ആളുകൾ, 22 ആളുകളാണ് മാക്സിമം ഉണ്ടാവുള്ളൂ ഒരു ഷിപ്പിൽ. അപ്പൊ ആ 20 ആളുകളെ മാത്രമാണ് നമുക്ക് ആ ഒരു ടൈം പീരീഡിൽ കാണാനോ സംസാരിക്കാനോ പറ്റുള്ളൂ. 20 ആൾക്കാരുടെ നേച്ചർ നമ്മുടെ നേച്ചറുമായിട്ട് ഡിഫറെന്റ് ആണെന്ന് വെക്കുക. ഇല്ലെങ്കിൽ ഫോറിൻ ഗോയിങ് ഷിപ്പിൽ അതായത് മിക്സ്ഡ് ക്രൂ ആയിരിക്കും.
നമ്മൾ മാത്രം ഒരു ഇന്ത്യന്, ബാക്കിയുള്ളവരൊക്കെ ഒരു ഫോറിന് വന്ന, അതായത് വേറെ രാജ്യത്തുള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ നമുക്ക് ചിലപ്പോൾ ഇന്റർഫിയർ ചെയ്യാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിലോ നമ്മുടെ നേച്ചറിലുള്ള ആളുകളാണ് അല്ലാന്നുണ്ടെങ്കിലോ നമുക്ക് ബുദ്ധിമുട്ടായിരിക്കും സർവൈവ് ചെയ്യാന്ന് പറയുന്നത്. അപ്പോൾ ഫസ്റ്റത്തെ ഒന്ന് റിസ്ക്, രണ്ടാമത്തെ എന്ന് പറയുന്നത് ലോങ് പീരീഡ് നമുക്ക് ഷിപ്പിൽ നിൽക്കേണ്ടി വരും. ഇനി മൂന്നാമത്തെ എന്ന് പറയുന്നത് സ്ട്രെസ് ആണ്. അതായത് നമ്മൾ ഷിപ്പിൽ എങ്ങനെ വർക്ക് അവർ ബാലൻസിങ് എന്ന് പറയുകയാണെന്ന് വെച്ചാൽ നമ്മൾ 24/7 അവൈലബിൾ ആയിരിക്കണം. നമ്മളിവിടെ ഷിപ്പിൽ തന്നെയാണ്. ഇപ്പൊ നമ്മുടെ വീട്ടിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാൽ നമ്മൾ വീട്ടിൽ ഇപ്പൊ കടന്നുറങ്ങാന്നുണ്ടെങ്കിൽ നമ്മളുടെ വീട്ടുകാർ വന്ന് വിളിച്ചു കഴിഞ്ഞാൽ നമ്മൾ പോകുന്ന വഴി തന്നെ ഷിപ്പിൽ എന്ത് പ്രശ്നം ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ക്യാബിനിലെ ഫോൺ ഉണ്ടായിരിക്കും, അവർ വിളിക്കും. അതുപോലെ നമ്മുടെ ക്യാബിനിൽ അലാം പാനൽ ഉണ്ടായിരിക്കും, എന്ത് പ്രശ്നം വന്നാലും ക്യാബിനിൽ അലാം വരും. അപ്പോൾ നമുക്കൊരു റെസ്റ്റ് എന്ന് പറയാനുള്ള ടൈം ഉണ്ട്. പക്ഷെ അതിന് പുറമെ തന്നെ എന്ത് പ്രശ്നം ഉണ്ടെന്നുണ്ടെങ്കിലും എമർജൻസി ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു റെസ്റ്റും എടുക്കാൻ പറ്റില്ല. 24/7 നമ്മൾക്ക് വർക്ക് തന്നെ വേണ്ടി വരും. അതുകൊണ്ട് അത് പറയുന്ന സമയത്ത് ഒരു ബുദ്ധിമുട്ട് തന്നെയാണ്. കാരണം 24/7 ഒരു ദിവസം ഉറക്കല്ലാണ്ട് വർക്ക് ചെയ്യാന്ന് പറയുകയാണെന്ന് വെച്ചാൽ അത് ബുദ്ധിമുട്ട് തന്നെയാണ്. പിന്നെ സ്ട്രെസ് ആൻഡ് റെസ്പോൺസിബിലിറ്റി. ഇപ്പോൾ ഒരു റാങ്ക് എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ, ഇപ്പോൾ എൻ്റെ റാങ്ക് 3rd എഞ്ചിനീയർ ആണ്. 3rd എഞ്ചിനീയറിന്റെ റാങ്ക് എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്ക് തന്നെ ഒരു 20 മുകളിലോ മെഷീനറീസ് ഉണ്ട്. ഈ 20 മെഷീനറീസിന്റെ ഡെയിലി റുട്ടീൻസ്, വീക്ക്ലി റുട്ടീൻസ്, മന്ത്ലി റുട്ടീൻസ്, 6 മന്ത്ലി, അതുപോലെ ഇയർലി, ആനുവൽ റുട്ടീൻസ് എന്ന് പറഞ്ഞിട്ട് കുറേ റുട്ടീൻസ് വരും. ഇതെല്ലാം ഞാൻ തന്നെ നോക്കണം. എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും ഞാൻ തന്നെ നോക്കണം. ഇതിന് പുറമെ സേഫ്റ്റി റുട്ടീൻസ് എന്ന് പറഞ്ഞിട്ട് വേറെ സേഫ്റ്റി എക്യുപ്മെന്റ്സ് വേറെ ഉണ്ട്. അപ്പൊ ഇതിനൊക്കെ റെസ്പോൺസിബിലിറ്റി എന്ന് പറഞ്ഞാൽ ഓരോ ആൾക്കാർക്കും ഷിപ്പിന്റെ എല്ലാ സംഭവത്തിനെ ഡിവൈഡ് ചെയ്തിട്ട് ഓരോ ആൾക്കാർക്കും അവരുടെ റാങ്കിനനുസരിച്ച് കൊടുത്തിട്ടുണ്ടായിരിക്കും. അപ്പൊ അവരുടെ റോൾസ് ആൻഡ് റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത് അത്രയും ഇമ്പോർട്ടന്റ് ആണ്. പിന്നെ അടുത്ത് പറയുന്നത് ഇന്റർനെറ്റ്. എല്ലാ ഷിപ്പിലും ഇന്റർനെറ്റ് പ്രോപ്പർ ആയിരിക്കണം എന്നില്ല. അതേമാതിരി ഓരോ റീജിയൻ അനുസരിച്ചിട്ട് വ്യത്യാസം വരും. ഇപ്പൊ മിക്ക ഷിപ്പിലും ഇന്റർനെറ്റ് ഉണ്ട്, അത്യാവശ്യം സ്പീഡും ഉണ്ട്. പക്ഷെ അത് എല്ലാ ഷിപ്പിലും ഒരുപോലെയല്ല. എല്ലാ ഷിപ്പിലും സ്ഥലത്തിനെ ഡിപ്പെൻഡ് ചെയ്തത് വേരി ചെയ്യും. ചിലപ്പോൾ 1-2 മാസം ചിലപ്പോൾ ചില ഏരിയയിൽ പോകുന്ന സമയത്ത് നമുക്ക് ഇന്റർനെറ്റ് ഒന്നും കിട്ടിക്കുന്നേ വരില്ല. ആ സമയത്ത് നമുക്ക് വീടുമായിട്ട് കമ്മ്യൂണിക്കേഷൻ ചെയ്യാനും പറ്റില്ല. പിന്നെ സെക്യൂരിറ്റി. നമ്മൾ ഇനിയിപ്പോൾ ഒരു സൊമാലിയ അങ്ങനെ സെക്യൂരിറ്റി ത്രെട്ട് ഉള്ള ഏരിയ കൂടെ പോകുകയെന്നുണ്ടെങ്കിൽ നമുക്ക് സെക്യൂരിറ്റി ത്രെട്ട് ഉണ്ടാവാം. ഇപ്പോൾ സ്ട്രേറ്റ് ഓഫ് ഹോർമൂസിലൊക്കെ പോകുന്ന ഷിപ്പുകൾക്ക് നേരെ എന്താ പറയുക, ഇതുപോലെ അറ്റാക്കൊക്കെ ഉണ്ടാകുന്നുണ്ട്. അപ്പൊ അങ്ങനത്തെ പ്രശ്നങ്ങളും സെക്യൂരിറ്റി ത്രെട്ടും ഒരുപാടുണ്ട്. പിന്നെ പറയാന്നുണ്ടെങ്കിൽ ലിമിറ്റഡ് ഫ്രീഡം നമുക്ക് ഇവിടെ ലിമിറ്റഡ് ആണ്. ഓരോ റാങ്കിനും അവർക്ക് ചെയ്യേണ്ടതായ കാര്യങ്ങൾ മാത്രമേ അവിടെ ചെയ്യാൻ പറ്റുള്ളൂ. നമ്മുടെ ഇപ്പോ സ്വന്തം ഇഷ്ടപ്രകാരം ഒന്നും ഇവിടെ ചെയ്യാൻ വേണ്ടി പറ്റില്ല. എന്താണോ കമ്പനി പറയുന്നത്, എന്താണോ നമ്മുടെ SMS എഴുതി വെച്ചിരിക്കുന്നത്, അത് മാത്രമാണ് നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അതിന് പുറമെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് നമുക്ക് അങ്ങനെ ചെയ്യാൻ പറ്റില്ല, ഇങ്ങനെ ചെയ്യാൻ പറ്റില്ല ഒന്നും പറയാൻ പറ്റില്ല. നമുക്ക് ചെയ്യുന്ന കാര്യങ്ങൾക്ക് ഒരു ലിമിറ്റ് ഉണ്ട്. നമ്മുടെ ഒരു ഏരിയ ഉണ്ട്, ഒരു ബൗണ്ടറി ഉണ്ട്. അതിന് പുറത്ത് കിടക്കാൻ നമുക്ക് പറ്റില്ല. പിന്നെ ലോങ് വർക്കിംഗ് ഹവേഴ്സ് ആയിരിക്കും. അതായത് ചില സമയത്തൊക്കെ പൈലറ്റ്, അതായത് മാനുവറിംഗ് ടൈമിലൊക്കെ പൈലറ്റ് ഓൺ ബോർഡ് ഉണ്ടായിരിക്കും. അപ്പൊ നമുക്ക് കറക്റ്റ് 6 on 6 off ചെയ്യേണ്ടി വരും. നമുക്ക് പ്രോപ്പർ ആയിട്ട് റെസ്റ്റ് ഒന്നും കിട്ടില്ല. പിന്നെ ചില സമയത്ത് ഫുഡും സംഭവങ്ങളൊന്നും പ്രോപ്പർ ആയിരിക്കില്ല. അപ്പൊ ഒരു സ്ഥലത്ത് ലോങ് ആങ്കറേജ് കിട്ടിക്കഴിഞ്ഞാൽ ഷിപ്പ് അവിടെ തന്നെ കിടക്കും. നമുക്ക് പ്രൊവിഷൻ ഒന്നും പ്രോപ്പർ ആയിട്ട് കിട്ടില്ല. പ്രൊവിഷൻ കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ഷിപ്പിൽ ഫുഡൊന്നും ഉണ്ടായിരിക്കില്ല. അപ്പൊ ചിലപ്പോൾ പുറത്തുനിന്ന് മീനിനെ പിടിച്ചിട്ട് അതിനെ മാത്രം കുക്ക് ചെയ്ത് കഴിക്കേണ്ട അവസ്ഥയൊക്കെ വരും. അപ്പൊ അങ്ങനെ ഇനിയും പ്രശ്നങ്ങൾ പറയാന്നുണ്ടെങ്കിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ഇതിപ്പോ ഞാൻ അതിന്റെ മെയിൻ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളെ മാത്രമാണ് ഞാനിപ്പോ എണ്ണി പറഞ്ഞിട്ടുള്ളൂ. അപ്പൊ ഷിപ്പിൽ വരുന്ന ഒരാളാണ് നിങ്ങൾ എന്നുണ്ടെങ്കിൽ ഇതെല്ലാം ആലോചിച്ചിട്ട് മാത്രം ഈ ഒരു ഫീൽഡിലേക്ക് വരിക, ഇതിൽ ജോയിൻ ചെയ്യുക. അപ്പോൾ ഇതിനെല്ലാം ഓക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ നിങ്ങൾക്ക് പറ്റിയൊരു ഫീൽഡാണിത്. അപ്പൊ നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ഓക്കെ, ബൈ.